Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രൊപ്പോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ലിസ്റ്റ് ആണ്. അപ്പോ എന്തൊക്കെയാണ് ലിസ്റ്റ് 1 കൊടുത്തിട്ടുള്ളത്? ഈ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തിയിട്ടുള്ള പ്രത്യേകിച്ചും ഈ ഹാരപ്പൻ സൈറ്റുകൾ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തിയതിനെ പറ്റിയിട്ടും അത് നേതൃത്വം കൊടുത്ത ആളുകളെ പറ്റിയിട്ടും അതിന്റെ ഇയർ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ മാർഷൽ എക്സ്കവേറ്റഡ് മൊഹൻജദാരോ, ഡോക്ടർ സാഹിനി എക്സ്കവേഷൻ അറ്റ് ഹരപ്പ, വാറ്റ്സ് എക്സ്കവേറ്റഡ് ഹരപ്പ ആൻഡ് കണ്ണിഹാം ഫൈൻസ് എ ഹരപ്പൻ സീൽ. ഓക്കെ, ഇവിടെ ഇയറും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഓർഡർ, അതായത് ആരൊക്കെ ഏതൊക്കെ പീരീഡിൽ വർക്ക് ചെയ്തു എന്നുള്ളത് ഏകദേശം അറിയാമെങ്കിൽ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം. നമുക്കൊരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI ആദ്യം തുടക്കം കുറിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ആയിട്ട് വരുന്നത് അലക്സാണ്ടർ കണ്ണിഹാം ആണ്. പിന്നീടൊക്കെയാണ് നമുക്ക് ജോൺ മാർഷൽ ഒക്കെ അതിന്റെ ഈ ASIന്റെ ഡയറക്ടർ ജനറൽ ഒക്കെ ആയിട്ട് കാണുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കണ്ണിഹാമിലേക്ക് പോവാം. അതായത് ഓപ്ഷൻ ഡി, കണ്ണിഹാം ആണ് ഹരപ്പൻ സീല് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പം ഏകദേശം ഇയറുകൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പം 1931, 1921, 1940 ഒക്കെയാണ് കാണുന്നത്. അപ്പം 1853 എന്ന് പറയുന്ന ഇയർ നോക്കാം. അപ്പം ഈ ഒരു പീരീഡിലൊക്കെ തന്നെയാണ് കണ്ണിഹാം ASIന്റെ ഡയറക്ടർ ജനറൽ ഒക്കെ ആയിട്ട് വരുന്നത്. ആൻഡ് ഹാരപ്പയിലെ ഈ ഒരു എക്സ്കവേഷൻസ് ഒക്കെ തുടക്കം കുറിക്കുന്നതും അദ്ദേഹം വഴിയാണ്. അപ്പൊ നമുക്ക് 1853 എന്ന് പറയുന്നത് കണ്ണിഹാമായിട്ട് മാച്ച് ചെയ്യാം. അപ്പൊ ഡി എന്ന് പറയുന്നത് 1 മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ 1ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി 2ഉം 3ഉം ആണ്. കാരണം 2ലും D1 ആണ്. പിന്നെ നമുക്ക് എടുക്കാവുന്നത് എന്താണ്, ജോൺ മാർഷൽ എക്സ്കവേറ്റഡ് മോഹൻജദാരോ. അത് ഏത് വർഷമായിരിക്കും? ഓക്കെ, അതറിയില്ലെങ്കിൽ ഡോക്ടർ ദയറാം സാഹിനിന്റെ ഹാരപ്പൽ എക്സ്കവേഷൻ നമ്മൾ 1921 പഠിക്കുന്നുണ്ട്. അപ്പം അത് നോക്കാം. അപ്പൊ ബി എന്ന് പറയുന്നത് 3 എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ നമുക്ക് എടുക്കാം? ബി എന്ന് പറയുന്നത് 3. അപ്പം എന്താണ്, ഓപ്ഷൻ 3 ആണ് ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് കറക്റ്റ് ആൻസർ ആണോ? ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് A2, B3, C4 ആൻഡ് D1. A2 എന്ന് പറയുമ്പോൾ മാർഷൽ എക്സ്കവേറ്റഡ് മോഹൻജദാരോ ഇൻ 1931. ഓക്കെ, അപ്പൊ ഇയർ ഓർത്തു വെക്കാം. 1931 ജോൺ മാർഷൽ മോഹൻജദാരിൽ എക്സ്കവേഷൻ നടത്തുന്നത്. ആൻഡ് ഡോക്ടർ ദയറാം സാഹിനി ഹരപ്പയിൽ എക്സ്കവേഷൻ നടത്തുന്നത് ഏത് ഇയറിലാണ്? D3, 1921. ആൻഡ് വാട്സ് എക്സ്കവേറ്റ് ചെയ്യുന്നുണ്ട് ഹരപ്പ. ആൻഡ് അത് ഏത് ഇയറിലാണ്? ആൻഡ് C4 ആണ്, 1940. ആൻഡ് കണ്ണിംഗ്ഹാം ഫൈൻസ് എ ഹരപ്പൻ സീൽ ഏത് ഇയറില്? 1853. ഓക്കെ, ഇത് കറക്റ്റ് ഓർഡറിൽ വരികയാണെങ്കിൽ അപ്പോൾ കണ്ണിഹാമിലാണ് തുടങ്ങുന്നത്. A2, B3, C4 ആൻഡ് D1. ആൻഡ് ഇവിടെ നമ്മൾ വേറൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാണുന്നത് പ്രധാനപ്പെട്ട ഹാരപ്പൻ സൈറ്റുകളും അതിന്റെ എക്സ്കവേഷന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളും ഇയറുമാണ്. ഇത് കൂടാതെയും ധാരാളം സൈറ്റുകൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ആരൊക്കെയാണ് എവിടൊക്കെയാണ് എക്സ്കവേഷൻ നടത്തിയത് എന്നുള്ളത്. ഇവിടെ ധോളാവിരയില് രവീന്ദ്ര സിംഗ് ബിഷ്ടാണ്, രാഖിർക്കറിയില് അമരേന്ദ്രനാഥ്, ലോത്തല് SR റാവു, സുക്കാത്തോദയില് JP ജോഷി ഒക്കെയാണ് ഈ എക്സ്കവേഷന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിനു മുമ്പ് ഇവിടെ ഒരു ഇമേജ് കാണാം. എന്താണ്, ജോൺ മാർഷല് മോഹൻജദാരോയിലെ എക്സ്കവേഷൻ ഇടയിൽ എടുത്തിട്ടുള്ള ഒരു വർക്കാണ് ഇത്. അദ്ദേഹത്തിന്റെ ഈ മോഹൻജദാരോ എക്സ്കവേഷനെ പറ്റിയിട്ട് പറയുന്ന ഒരു വർക്കിൽ നിന്നും അദ്ദേഹം ഈ ധാരാളം ഫോട്ടോഗ്രാഫ്സ് കാണാൻ കഴിയും. അതിലൊരു ഇമേജ് ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഗിവൻ ബിലോ 2 സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ 2 അസേഷൻ റീസൺ സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. പൊസിഷൻ പറയുന്നത് ഹോമോ ഹാബിലസ് മീൻസ് എ ഹാൻഡി ഓർ സ്കിൽഫുൾ മാൻ എന്നാണ്. ഹോമോ ഹാബിലസ് എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? ഹാൻഡി അല്ലെങ്കിൽ സ്കിൽഫുൾ മാൻ ആണ്. ആൻഡ് റീസൺ പറയുന്നത് ദിസ് വാസ് നോൺ സോ ആസ് ഹി ഹാഡ് ഹാൻഡ്സ്. അപ്പം എന്താണ്, ഇങ്ങനെ അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ ഹോമോ ഹാബിലസിന് കൈ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ഇതിന്റെ ആൻസർ ഏതായിരിക്കും വരുന്നത്? ബോത്ത് A and R ആർ ട്രൂ ആണോ?
And R is the correct explanation of A ആണോ? Both A and R are true, but R is not correct explanation of A. A is true, but R is false. A is false, but R is true. ഏതാണ് correct answer ആയിട്ട് വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹോമോ ഹാബിലസ്. ഓക്കെ, എന്താണ് ഹോമോ ഹാബിലസ് വരുമ്പോൾ നമ്മൾ ഹ്യൂമൻ എവല്യൂഷൻ ആണ്. ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ പഠിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഓരോ പ്രത്യേകതകളും പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസറിലേക്ക് വരുമ്പോൾ both A and R are true, but R is not the correct explanation of A. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. എന്താണ് ഹോമോ ഹാബിലസ് മീൻസ് എന്താണ് ഹാൻഡി ഓർ സ്കിൽഫുൾ മാൻ ആണ്. ആൻഡ് ദിസ് വാസ് നോൺ ആസ് സോ ആസ് ഹി ഹാഡ് ഹാൻഡ്സ്. രണ്ടും ശരിയാണ്. പക്ഷേ റീസൺ എന്ന് പറയുന്നത് അസേർഷന്റെ എക്സ്പ്ലനേഷൻ അല്ല. കാരണം ഹോമോ ഹാബിലസ് എന്ന് പറയുന്നതും ഈ പറയുന്ന സെയിം കാര്യമാണ് റീസൺ ആയിട്ടും പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഹാൻഡി ആണ്, അവര് സ്കിൽഫുൾ മാൻ ആണ്, അല്ലെങ്കിൽ ഇവര് ഹാൻഡി ആണ് എന്നുള്ള സെയിം കാര്യമാണ് അവര് പറയുന്നത്, എന്ത് റീസൺ ആയിട്ടും പറയുന്നത്. അതുകൊണ്ടാണ് എന്താണ് രണ്ടും കറക്റ്റ്. എന്താണ് ആർ എന്ന് പറയുന്നത് എയുടെ എക്സ്പ്ലനേഷൻ അല്ലാതാവുന്നത്. അപ്പൊ ഹോമോ ഹാബിലസ് എന്ന് പറയുന്നത് സ്കിൽഫുൾ മാൻ ആണ്, ഏബിൾ മാൻ ആണ്. ആ സമയത്താണ് അവർ കൈകളൊക്കെ ഉപയോഗിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. കൈകൾ ഉപയോഗിച്ച് നമ്മൾ കല്ലൊക്കെ പറക്കുന്നതും ഒക്കെ. അത്രയും നാളും കൈകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന ഒരു ധാരണ അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഹോമോ ഹാബിലസ് ഈ സ്റ്റേജിലാണ് അവർ സ്കിൽഫുൾ മാൻ ആയിട്ട് മാറുന്നത്. ആൻഡ് എന്തുകൊണ്ടാണ് അവർ സ്കിൽഫുൾ മാൻ ആയതെന്ന് പറയുന്നതാണ് എന്ത്, അവര് കൈ ഉപയോഗിക്കാൻ പഠിച്ചു. കൈ എങ്ങനെ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യണം, എന്തിനാണ് കൈ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അവരെത്തുന്നത് ഈ ഒരു ഹോമോ ഹാബിലസ് എന്ന് പറയുന്ന എവല്യൂഷൻ സ്റ്റേജിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓർഡർ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഹോമോ ഹാബിലസിന് തൊട്ടു മുന്നേ അതിന് ശേഷമുള്ള 2-3 ഓർഡറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആസ്ട്രലോപിറ്റക്കസിന് ശേഷമാണ് ഹോമോ ഹാബിലസ് എന്ന് പറയുന്നത് ആ ഒരു ഓർഡറിൽ വരുന്നത്. ഹോമോ ഹാബിലസ് സ്കിൽഫുൾ മാൻ ആണ്. ഹോമോ ഇറക്ടസ് ഉണ്ട്, പിന്നീട് അപ്രൈറ്റ് മാൻ ആണ്. ആ സമയത്താണ് നമ്മൾ നിവർന്ന് നിൽക്കാനായിട്ട് തുടങ്ങിയത്. ആൻഡ് ഹോമോ സാപ്പിയൻസ്, അതായത് ഹോമോ സാപ്പിയൻസ് വൈസ്മാൻ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who started the Raytwari experiment in Baramahal? ഇപ്പോൾ ബാരാമഹൽ എന്ന് പറയുന്ന ഏരിയയിൽ റൈറ്റ്വാരി എക്സ്പെരിമെന്റ് ആരാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ലോർഡ് വെല്ലസ്ലി, തോമസ് മൺട്രോ, ലോർഡ് കോൺവാലിസ് ആൻഡ് അലക്സാണ്ടർ റീഡ്. ഇവരെല്ലാവരും തന്നെ പലതരത്തിലുള്ള എന്താണ് ലാൻഡ് സെറ്റിൽമെന്റ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമുക്കറിയാം പ്രധാനമായും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ 3 സെറ്റിൽമെന്റുകളാണ് ലാൻഡ് സെറ്റിൽമെന്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പെർമനന്റ് സെറ്റിൽമെന്റ് ഉണ്ട്, റൈറ്റ്വാരി സെറ്റിൽമെന്റ് ഉണ്ട്, ആൻഡ് മഹൽവാരി സെറ്റിൽമെന്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിലെ പല ആളുകളാണ്. പല ഏരിയകളായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതില് എന്താണ് റൈറ്റ്വാരി ബാരാമഹലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്നുള്ള ആൻസർ നമുക്ക് നോക്കാം. എന്താണ് ലോർഡ് വെല്ലസ്ലി ആണോ, തോമസ് മൺട്രോ ആണോ, ലോർഡ് കോൺവാലിസ് ആണോ, അലക്സാണ്ടർ റീഡ് ആണോ? ഇതിന്റെ കറക്റ്റ് ആൻസർ തോമസ് മൺട്രോ ആണ്. അപ്പോ ആസ് എ ഹോൾ എന്താണ് ഈ റൈറ്റ്വാരി സിസ്റ്റം ഐഡിയ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇത് ഡെവലപ്പ് ചെയ്യുന്നത് തോമസ് മൺട്രോയും ക്യാപ്റ്റൻ അലക്സാണ്ടർ റീഡും കൂടിയിട്ടാണ്. ആൻഡ് ഇത് ജനറൽ ആയിട്ട്, അതായത് ഇത് അപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരുന്നത് തിയറിറ്റിക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവർ ഡെവലപ്പ് ചെയ്തു രണ്ടുപേരും കൂടി. ഇത് ഇനി പ്രാക്ടിക്കലി ഒരു ഏരിയയിൽ വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തോമസ് മൺട്രോ ആണ് 1820. അദ്ദേഹം ഗവർണറായിട്ട് മാറിയതിനു ശേഷം. ആൻഡ് സൗത്ത് ഇന്ത്യയിലും ആൻഡ് ആ ഏരിയയിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ ഏരിയകളാണ് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. മദ്രാസ്, ബോംബെ ആൻഡ് പാർട്സ് ഓഫ് ആസാം, കൂർക്ക് പ്രൊവിൻസസ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, ഈ ഏരിയകളിലൊക്കെയാണ് പ്രധാനമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതില് ബോംബെയില് ഈ ഒരു റൈറ്റ്വാരി സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് എലിഫന്റ്സ്റ്റീൻ ആണ്. അത് ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ റൈറ്റ്വാരി സിസ്റ്റം എന്ന് പറയുമ്പോൾ അതായത് പെസന്റിനാണ് പ്രൈമറി റോള് വരുന്നത്. അതായത് പെസൻസിനെയാണ് ഇവിടെ കൺസിഡർ ആസ് ഓണേഴ്സ് ഓഫ് ലാൻഡ്. അവരാണ് ഓണേഴ്സ് ഓഫ് ലാൻഡ് എന്നുള്ള ഒരു റിയലൈസേഷൻ കൊടുത്തുകൊണ്ട് എന്നാണ് ഇവിടെ കമ്പനിക്ക് ഈ ഒരു ഇടപാട് വരുന്നത് ഡയറക്റ്റ് ആയിട്ട് പെസൻസുമായിട്ടാണ്. അത് പെസൻസിന്റെ ഡയറക്റ്റ് ആയിട്ട് ഇവര് ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് ഈ ഒരു റൈറ്റ്വാരി സിസ്റ്റത്തിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മള് പെർമനന്റ് സെറ്റിൽമെന്റ് പഠിക്കുന്നുണ്ട്. പെർമനന്റ് സെറ്റിൽമെന്റ് ഓഫ് ബംഗാൾ, അല്ലെങ്കിൽ നമ്മൾ സെമിൻദാരി സെറ്റിൽമെന്റ് എന്നൊക്കെ പറയും. ഇത്
ലോർഡ് കോൺവാലിസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ലോർഡ് കോൺവാലിസ് 1793 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സെമീന്ദാസിനാണ് റോള്. അതായത് സെമീന്ദാരികള് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കും കമ്പനിക്കും പെസൻസിനെതിരെ. ഈ സെമീന്ദാസ് ആണ് ഇവിടെ നിന്നും ലാൻഡിൽ നിന്നും റവന്യൂ കളക്ട് ചെയ്തുകൊണ്ട് ഇവർക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കേണ്ടുന്നത്. ആൻഡ് ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഈ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അത് പ്രധാനമായും ബംഗാളിലാണ് കോൺവാലിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1793. ആൻഡ് ഹോൾട്ട് മെക്കൻസെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ് മഹൽവാരി സിസ്റ്റം. ഇത് 1822 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയറിലും അതുപോലെ തന്നെ ഗാൻജറ്റിക് വാലിയിലും പഞ്ചാബിലൊക്കെ ആയിട്ടാണ് ഈ ഒരു സിസ്റ്റം പ്രധാനമായും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വില്ലേജുകളെയാണ് അല്ലെങ്കിൽ വില്ലേജിനാണ് പ്രൈമറി റോൾ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ റൈറ്റ് വാലിയിലെ പെസൻസിനും അതുപോലെ തന്നെ സെമീന്ദാസിനും റോള് കൊടുക്കുന്ന പോലെ ഇവിടെ വില്ലേജിനാണ്. ഒരു വില്ലേജ് എടുത്തിട്ട് ഒരു കമ്മ്യൂണിറ്റിനെ മൊത്തം എടുത്തുകൊണ്ട് ആ വില്ലേജിന്റെ ഹെഡിനാണ് ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് റവന്യൂ പിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം വരുന്നത്. ഓക്കെ, അതാണ് എന്ത് മഹൽവാരി സിസ്റ്റം 1822 ഹോൾട്ട് മെക്കൻസിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പം 5 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇൻ 1605 Sikhs were not living in many cities of the Mughal Empire. Accredited representatives were known as Masans. Masans brought their offerings to Ramdaspur at least once a year. Only members of the trading communities of merchants were included among us, the Sikhs. And Angad was nominated as Guru in the lifetime of Guru Nanak. Okay, ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആയിരിക്കും ശരിയായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തെറ്റായിട്ട് തോന്നുന്നത് ഏതൊക്കെ ഓപ്ഷൻസ് ആണ്? ഓക്കെ, ഇവിടെ ഇൻ 1605 Sikhs were not living in many cities of Mughal Empire എന്ന് നമുക്ക് പറയാൻ കഴിയും? ഇല്ല. അതായത് ഏകദേശം 1526 ബാബർ മുഗൾ എംപയർ ഫൗണ്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടംപററി ആയിട്ട് അവിടെ ഗുരുനാനക്ക് ഈ ഒരു സിഖിസത്തിന്റെ ഐഡിയാസ് പതുക്കെ ഡെവലപ്പ് ചെയ്തു തുടങ്ങുന്നുണ്ട്. ആ പീരീഡ് തൊട്ട് തന്നെ സിഖുകള് ഈ മുഗൾ എംപയറിന്റെ ഔട്ട്സ്കേർട്സിലൊക്കെ തന്നെ പല ഭാഗത്തായിട്ട് വളരുന്നുണ്ട്, അവര് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല മുഗൾ എംപയറിലെ സിറ്റീസിൽ ഒന്നും തന്നെ ഇവര് ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റായിട്ട് പറയാം. ആൻഡ് അപ്പോൾ തെറ്റാണെങ്കിൽ നമ്മൾ ഓപ്ഷൻ കളയാണെങ്കിൽ ഇവിടെ ബാക്കി നമുക്ക് ഒരു ഓപ്ഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഇവിടെ 3 ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇവിടെ ലാസ്റ്റ് ഓപ്ഷൻ ഇ എടുക്കുക. അങ്കദ് വാസ് നോമിനേറ്റഡ് ആസ് ഗുരു ഇൻ ദ ലൈഫ് ടൈം ഓഫ് ഗുരു നാനക്. അല്ലെ, അത് ശരിയാണ്. അതായത് ഗുരു നാനക് അദ്ദേഹത്തിന്റെ ലൈഫ് ടൈമിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്കദിനെ അദ്ദേഹത്തിന്റെ സക്സസർ ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതും ശരിയാണ്. അപ്പോൾ എ ഇല്ലാതെ ഈ വരുന്ന ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ അതും 3 അപ്പം നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അക്രഡിറ്റഡ് റെപ്രസെന്റേറ്റീവ്സ് വർ നോൺ ആസ് മസൻസ്. ആൻഡ് മസൻസ് ബ്രോട്ട് ദെയർ ഓഫറിംഗ്സ് ടു രാംദസ്പൂർ അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ. ഇത് കുറച്ചുകൂടി ഡൗട്ട് ആവും. നമ്മൾ മസൻസ് എന്താണ് എന്നറിഞ്ഞാലേ നമുക്ക് അതിന്റെ കറക്റ്റ് അത് ശരിയാണോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓപ്ഷൻ ഡി നോക്കൂ. ഓൺലി മെമ്പേഴ്സ് ഓഫ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് ഓഫ് മെർച്ചന്റ്സ് വർ ഇൻക്ലൂഡിംഗ് എമംഗ്സ്റ്റ് ദ സിക്സ്. അതായത് സിക്സ് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസിൽ ഉൾപ്പെടുന്ന ആളുകൾ മാത്രമാണ് സിക്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നത്? അല്ല, അവിടെ പെസൻസ് ഉണ്ട്. ജാട്സ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ് ഓഫ് പെസൻസും അങ്ങനെ ധാരാളം കമ്മ്യൂണിറ്റീസും ഒക്കെ ഇതിൽ പെടുന്നുണ്ട്. ട്രേഡിംഗ് മെർച്ചന്റ്സ് മാത്രമല്ല, പല ജോലികൾ ചെയ്യുന്ന പല കമ്മ്യൂണിറ്റീസും ഇതിലുണ്ട്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഡി എന്ന് പറയുന്നത് നമുക്ക് അതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് കഴിയില്ല. അത് നമുക്ക് തെറ്റായി കൺസിഡർ ചെയ്യാം. അപ്പോൾ ഡി വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ഡി വരുന്ന ഓപ്ഷൻസ് ഇല്ല ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2ഉം 3ഉം പോകും. പിന്നീട് 4ാമത്തെ ഓപ്ഷൻ ബി സി ഇ നമുക്ക് ഉത്തരമായിട്ട് കിട്ടും. ഇനി നമുക്കത് ശരിയാണെന്ന് നോക്കാം. ഓക്കെ, ഓപ്ഷൻ 4 ബി സി ഇ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്.
എന്താണ് 1605 6 were not living in many cities of the Mughal Empire. അത് തെറ്റാണ്. 6 were living in many cities of the Mughal Empire. മുഗൾ എംപയറിന്റെ പല ഭാഗത്തായിട്ട് 6 ഉണ്ടായിരുന്നു. ആൻഡ് accredited representatives were known as Masons. ഇത് നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടില്ല. മസൻസ് എന്താണ് എന്ന് അറിയണം. മസൻസ് എന്താണെന്ന് അറിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അക്രഡിറ്റഡ് റെപ്രസെന്റേറ്റീവ്സിനെയാണ് മസൻസ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഈ മസന്ത് എന്ന് പറയുന്ന സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുരു രാംദാസ് ജി ആണ്. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് മസന്ത് സിസ്റ്റം, അല്ലെങ്കിൽ എന്താണ് മസന്ത് സിസ്റ്റം? ടു റേസ് ഫണ്ട്സ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് വെൽസ്, ഗുരുദ്വാരാസ് ആൻഡ് പ്ലേസസ് ഫോർ കമ്മ്യൂണിറ്റീസ്. അതായത് സിഖിസം റിലേറ്റഡ് ആയിട്ട് അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടുന്ന അവരുടെ കുറെ പ്ലേസസും അവരുടെ ഗുരുദ്വാരാസും അവരുടെ റിലീജിയസ് വെൽസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്ന, അതിന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് മസന്ത്. ആൻഡ് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളിനെ നമ്മൾ മസന്ത് എന്ന് തന്നെ പറയും. ആൻഡ് എവറി സിഖ് ഈസ് കമ്പൽഡ് ടു ഡൊണേറ്റ് 1/10 ഓഫ് ഹിസ് ഇൻകം ആസ് ദസ്വന്ത് ഫോർ ചാരിറ്റബിൾ കോസസ്. അപ്പൊ ഇങ്ങനെ വെല്ല് കൺസ്ട്രക്ട് ചെയ്യാനും ഗുരുദ്വാര കൺസ്ട്രക്ട് ചെയ്യാനും ആയിട്ട് നമ്മൾ ഇത്തരത്തില് പൈസ കൊടുക്കണം. എന്താണ്, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സിക്സും എന്താണ് 1/10 ഓഫ് ദെയർ ഇൻകം അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കണം, നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. ഇത് ഈ മസന്ത് സിസ്റ്റത്തിന്റെ നിയമപ്രകാരം എല്ലാവരും ഒരു 1/10 അവരുടെ ഇൻകം കൊടുക്കണം. ആൻഡ് ഈ മസന്തിന് സിസ്റ്റത്തിന് റെപ്രസെന്റേറ്റീവ്സിനെ ചൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ആ റെപ്രസെന്റേറ്റീവ്സിനെ നമ്മൾ മസൻസ് എന്ന് പറയും. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. മസൻസ് ബ്രോഡ് ദിയർ ഓഫറിംഗ്സ് ടു രാംദാസ്പൂർ അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ. രാംദാസ്പൂർ എന്ന് പറയുന്നത് ഈ ഗുരു രാംദാസ് ഫൗണ്ട് ചെയ്യുന്ന ഒരു സിറ്റിയാണ്. അവിടേക്ക് ഈ മസൻസ് അവരുടെ ഓഫറിങ്സ് അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും കൊണ്ടുവന്ന് അവിടെ സമർപ്പിക്കും. ആൻഡ് ഓൺലി മെമ്പേഴ്സ് ഓഫ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് അല്ല എന്ത് സിക്സ് എന്ന് പറയുന്നത്, ധാരാളം മറ്റു പല പെസൻസും ഒക്കെ തന്നെ അവരുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്കദ് വാസ് നോമിനേറ്റഡ് ആസ് ഗുരു ഇൻ ദ ലൈഫ് ടൈം ഓഫ് ഗുരു നാനാക്ക്. അതായത് 1539 എന്നാണ് അങ്കദിനെ അടുത്ത നെക്സ്റ്റ് ഗുരു ആയിട്ട് ഗുരു നാനാക്ക് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സിഖിസം അല്ലെങ്കിൽ സിഖ് മൂവ്മെന്റ്, ഇതൊക്കെ തന്നെ കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടുന്ന ഒരു ഏരിയ ആണ്. ആരൊക്കെയാണ് സിഖ് ഗുരുസ്, ഏതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട അവരുടെ ഓർഡറുകൾ, ആൻഡ് ഇവരുടെ ഗുരുദ്വാരാസും ആൻഡ് ഇവരുടെ കൽസ കമ്മ്യൂണിറ്റിനെ ഒക്കെ പറ്റിയിട്ട് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ആൻഡ് ഇവിടെ മെസ്സ് ലിസ്റ്റ് ആണ്. ലിസ്റ്റില് കുറച്ച് ട്രൈബൽ കമ്മ്യൂണിറ്റിയും ആൻഡ് അവരുടെ ലൊക്കേറ്റ് ചെയ്യുന്ന അവരുടെ സ്ഥലങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സാന്താൾ, ചെഞ്ചു ട്രൈബ്, തഡോയ്, കുക്കീസ്, ബിൽസ് ഇവരൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഏരിയാസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് ആരൊക്കെ എന്ത് സ്ഥലത്താണ് പെടുന്നതെന്ന് അറിയാം. അപ്പൊ നമ്മൾ ഈ സാന്താൾസിനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മയൂർഭഞ്ചിലാണ് സാന്താൾസ്. സാന്താൾ കലാപം ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് കൃത്യമായിട്ട് നമ്മൾ ഈ ഏരിയ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് A3 കണക്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം, നാലാമത്തെ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. A3 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നോക്കൂ, പിന്നെ നമ്മൾ ഇവിടെ തഡോയെ കുക്കീസ് എടുക്കാം. നമ്മൾ കുക്കീസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടംപററി ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് കുക്കീസ്. എന്താണ് കുക്കീസും മെയ്തീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഒബ്വിയസ്ലി മണിപ്പൂരിലാണ്. അപ്പൊ മണിപ്പൂരിലാണ് ആ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സി എന്ന് പറയുന്നത് നമുക്ക് 2 കണക്ട് ചെയ്യാം. അപ്പൊ സി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 2. അപ്പം ഇവിടെ നോക്കുക, ഈ 2 ഓപ്ഷനുകളിൽ ഒന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം C2 വരുമ്പോൾ എന്താണ് നമുക്ക് 2ാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഉത്തരം അത് തന്നെയാണോ നോക്കാം. കറക്റ്റ് ആണ്, ഓപ്ഷൻ 2 ആണ്. A3, B1, C2 ആൻഡ് D4. അതായത് സാന്താൾസ് എന്ന് പറയുന്നത് മയൂർഭഞ്ചിലാണ്. ആൻഡ് അതുപോലെ തന്നെ ചെഞ്ചു ട്രൈബ് എന്ന് പറയുന്നത് ആന്ധ്ര റീജിയനിലാണ് പ്രധാനമായും ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് കുക്കീസ് മണിപ്പൂരിലും, ബിൽസ് ബൻസ്വാര റീജിയൻ, ബൻസ്വാര രാജസ്ഥാനിലാണ്. ഈ ഏരിയകളാണ് കണ്ടിട്ടുള്ളത്. അത് കൂടാതെയും ഇവര്
ഇത് അവരുടെ മെയിൻ സെന്റർ ആണെങ്കിൽ അവര് മറ്റു അതിന്റെ അടുത്തടുത്തായിട്ടുള്ള പല സ്റ്റേറ്റുകളും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇപ്പോൾ സാന്താൾസിനെ എടുക്കുകയാണെങ്കിൽ മെയിൻലി ഒഡീഷ പറയുമെങ്കിലും അവരെ ജാർഖണ്ഡിലും വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും ആസാമിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് നമുക്കറിയാം ഫേമസ് സാന്താൾ റിബല്യൻ ഓഫ് 1855-56 പീരീഡില് സിദ്ധു മുർമു ആൻഡ് കന്നു മുർമു എന്നിവരാണ് ഇതിന് പ്രധാനമായിട്ടും നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ആ ലീഡേഴ്സിന്റെ പേര് ഓർത്ത് വെക്കുക, സിദ്ധു ആൻഡ് കന്നു. ആൻഡ് ഇനി ചെഞ്ചു ട്രൈബ് ആന്ധ്ര, തെലങ്കാന, കർണാടക, ഒഡീഷ റീജിയനിലാണ്. കുക്കീസ് മണിപ്പൂർ, അതായത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളൊക്കെ ആയിട്ട് കാണും. ബില്ല് ബൻസ്വാര രാജസ്ഥാനാണ് മെയിൻ ഏരിയ എന്ന് പറയുന്നെങ്കിൽ അവര് ഗുജറാത്തും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലൊക്കെ തന്നെ കാണുന്നുണ്ട്. ഈ ബിൽസ് ആണ് സെക്കൻഡ് ലാർജസ്റ്റ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ ആയിട്ട് ഫോം ചെയ്യുന്നത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഗിവൻ ബിലോ 2 സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഇത് അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. And assertion നോക്കുക. Upper Paleolithic age came to an end with the end of Ice Age. And reason, it was due to global warming. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. The upper Paleolithic age came to an end with an ice age. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തേത് it was due to global warming ആണോ? ഗ്ലോബൽ വാർമിംഗ് ആയതുകൊണ്ടാണോ എന്താണ് പാലിയോലിത്തിക് ഏജ് ആൻഡ് ഈ ഐസ് ഏജ് ഒക്കെ അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ഐസ് ഏജ് അവസാനിക്കാൻ കാരണം ഗ്ലോബൽ വാർമിംഗ് ആണോ? നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. അതായത് എ ശരിയാണ്, ആർ തെറ്റാണ്. എന്താണ് അപ്പർ പാലിയോലിത്തിക് ഏജ് കെയിം ടു ആൻ എൻഡ് വിത്ത് എൻഡ് ഓഫ് ഐസ് ഏജ് ആണ്. അപ്പോൾ ആ ഒരു എൻഡ് ഓഫ് ഐസ് ഏജ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഗ്ലേഷ്യൽ പീരീഡ് ആണ്. അതോടുകൂടി എന്താണ് എർത്തിന്റെ ക്ലൈമറ്റിന് മൊത്തം മാറ്റം വരികയാണ്. ഇതിന്റെ എൻഡോടുകൂടി എർത്തിന്റെ ഓറിയന്റേഷൻ ടുവേർഡ്സ് സൺ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ആ സമയത്ത് കുറച്ചുകൂടി വാം ക്ലൈമറ്റ് ആവുന്നുണ്ട്. പക്ഷെ ഗ്ലോബൽ വാർമിംഗ് അല്ല, ജസ്റ്റ് നമ്മൾ ക്ലൈമറ്റ് വാം ആവുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലേഷ്യൽസ് ഒക്കെ തന്നെ മെൽറ്റ് ചെയ്യാനൊക്കെ തുടങ്ങും. ആൻഡ് അപ്പോൾ എന്താണ് ഒരു ലോങ് സമ്മർ ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു വാം ക്ലൈമറ്റിലേക്ക് വരുന്നത്. അപ്പം ഈ ഒരു പീരീഡിനെ, അതായത് ഈ ഒരു അപ്പർ പാലിയോലിത്തിക് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു ജസ്റ്റ് നമ്മൾ വാം ക്ലൈമറ്റ് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ട് ചെയ്യുന്ന ആ ഒരു സമയത്തെയാണ് നമ്മൾ ഇന്റർ ഗ്ലേഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയും. അതായത് ലാസ്റ്റ് ഗ്ലേഷ്യൽ പീരീഡ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഇന്റർ ഗ്ലേഷ്യൽ സ്റ്റേജ് വരും. ആ സമയത്ത് എർത്തിന്റെ മൊത്തത്തിലുള്ള പരിസ്ഥിതിക്കായാലും വലിയ മാറ്റങ്ങളാണ് കാണുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഗുപ്ത ഏജ് ഈസ് നോൺ ഫോർ ലിറ്റററി കോൺട്രിബ്യൂഷൻസ്. ഹു കമ്പൈൽ അമരകോശ? അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഗുപ്ത ഏജ് എന്ന് പറയുന്നത് ലിറ്റററി കോൺട്രിബ്യൂഷൻസിന്റെ ഒരു പീരീഡ് ആണ്. അതായത് ഗുപ്ത ഏജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാൻസ്ക്രിറ്റിന്റെ ഗോൾഡൻ ഏജ് ഫോർ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ഒക്കെയാണ്. കുറേ സാൻസ്ക്രിറ്റ് വർക്കുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ അസ്ട്രോണമി ഒക്കെ എടുക്കുകയാണെങ്കിലും സയൻസ് ഫീൽഡ് എടുക്കുകയാണെങ്കിലും ധാരാളം കോൺട്രിബ്യൂഷൻസ് ഒക്കെ ആ സമയത്ത് വരുന്നുണ്ട്. ഇപ്പോ അമരകോശ എന്ന് പറയുന്ന വർക്കിന്റെ ഓതറും ആരാണ്? ഈ ഗുപ്ത എംപയറിൽ, ഗുപ്ത പീരീഡിൽ ബിലോങ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുപോലെ തന്നെ വരാഹ മിഹിരയും ആര്യഭട്ടയും ഒക്കെ തന്നെ ഈ സയൻസിന്റെ ഫീൽഡിൽ, അസ്ട്രോളജിന്റെ ഒക്കെ ഫീൽഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലിറ്ററേച്ചർ ഫീൽഡിൽ വരികയാണെങ്കിൽ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കോർട്ടില് നവരത്നാസ് ഉണ്ടായിരുന്നു. മെയിൻലി കാളിദാസ, ഇവരൊക്കെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗുപ്ത ഏജ് ഈസ് നോൺ ഫോർ ലിറ്റററി കോൺട്രിബ്യൂഷൻസ്. ആൻഡ് നമ്മളോട് ഇവിടെ ഒരു പെർട്ടിക്കുലർ ആ പീരീഡ് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് അമരകോശ. അതിന്റെ ഓതറിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അമരസിംഹ, കാളിദാസ്, തുളസിദാസ് ആൻഡ് ശുദ്രക. ആൻഡ് നമുക്കറിയാം എന്താണ് അമരകോശ എഴുതിയിട്ടുള്ളത് ആരാണ്? അമരസിംഹയാണ്. അമരസിംഹ ഒരു സാൻസ്ക്രിറ്റ് ലെക്സിക്കോഗ്രാഫർ ആണ് ആൻഡ് ഓൾസോ പോയറ്റ് ആണ്. അദ്ദേഹത്തിന്റെ അമരകോശയിൽ എന്തിനെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ടും പറയുന്നത്? ഈ സാൻസ്ക്രിറ്റ് വേർഡ്സിന്റെ, അതായത് അവരുടെ റൂട്ട്സിനൊക്കെ പറ്റിയിട്ട്, അതായത് വൊക്കാബുലറി സാൻസ്ക്രിറ്റ് റൂട്ട്. അപ്പോ കുറെ സാൻസ്ക്രിറ്റ് ടേമുകളൊക്കെയാണ് അതിൽ ഡീൽ ചെയ്യുന്നത്. ആൻഡ് അമരസിംഹ ഈ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കോർട്ടിലെ നവരത്നാസിലെ ഒരാൾ കൂടിയാണ്. ആൻഡ് അതിലെ ബാക്കി നവരത്നാസ് വരുമ്പോൾ അതിൽ പ്രധാനമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് കാളിദാസയാണ്. ആൻഡ് ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ മറ്റ് പേരുകളൊക്കെ നമുക്ക് കാണാം. എന്താണ്? കാളിദാസ
തുളസീദാസ്, ശുദ്രക ആൻഡ് അവര് ആരാണെന്നൊക്കെ കൂടി ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. കാളിദാസ് എന്ന് പറയുമ്പോൾ നവരത്നാസിൽ ഒരാളാണ്. അപ്പൊ രണ്ടുപേരും ഇവിടെ പഠിച്ചു. ആൻഡ് അഭിജ്ഞാന ശാകുന്തളം, മേഘദൂത, വിക്രമോർവശീയം, മാളവിക അഗ്നിമിത്ര, രഘുവംശ, കുമാരസംഭവം ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. തുളസീദാസിനെ പറയുകയാണെങ്കിൽ തുളസീദാസ് 16-ാം നൂറ്റാണ്ടില് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു വൈഷ്ണവൈറ്റ് പോയിറ്റ് അല്ലെങ്കിൽ ഒരു ഭക്തി സെയിന്റ് ആണ്. അദ്ദേഹത്തിന്റെ വർക്കാണ് രാമചരിതമാനസ്. ശുദ്രകയുടെ ആണ് മൃച്ഛകടിക. ആൻഡ് മൃച്ഛകടിക ഒരു സെക്കൻഡ് BC വർക്കാണ്. അതൊരു സാൻസ്ക്രിറ്റ് വർക്കാണ്. ഇതിൽ പറയുന്നത് ലവ് സ്റ്റോറി ഓഫ് ഒരു ബ്രാഹ്മണ ചാരുദത്ത ആൻഡ് കോട്ടിസൺ ആയിട്ടുള്ള വസന്തസേനയുടെ ലവ് സ്റ്റോറിനെ പറ്റിയിട്ടാണ് ശുദ്രകന്റെ മൃച്ഛകടികയിൽ പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് വീണ വാസവദത്ത. അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഏൻഷ്യൻ ഇന്ത്യയില് ഓരോ എന്താണ് വർക്കുകളും ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വർക്കുകളും അത് എഴുതിയിട്ടുള്ള ആളുകളുടെ അതൊരു ലിസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ് നമ്മൾ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് എ ഫീമെയിൽ ഡിവോട്ടി ഓഫ് ശിവ? ഫീമെയിൽ ഡിവോട്ടി ഓഫ് ശിവ ആരായിരുന്നു? ഇതാണ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മീര, ആണ്ടാൾ, കരയ്ക്കലമ്മയാർ ആൻഡ് മരിച്ചി. ഇതിൽ ആരാണ് ഫീമെയിൽ ഡിവോട്ടി ഓഫ് കൃഷ്ണ അല്ല സോറി കൃഷ്ണ അല്ല ശിവ? മീര എടുക്കുകയാണെങ്കിൽ ആരാണ്? അല്ലെങ്കിൽ മീരാബായ്. അത് നോർത്ത് ഇന്ത്യയിൽ വരുന്ന ഒരു ഭക്തി സെയിന്റ് ആണ്. പക്ഷെ മീരാബായ് ഡിവോട്ടി ഓഫ് ശിവയാണോ? അല്ല, കൃഷ്ണ ഭക്തയാണ് മീരാബായ്. ആൻഡ് ആണ്ടാള് നോക്കുക. ആണ്ടാൾ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ വരുന്ന ഒരു ഭക്തി സെയിന്റ് ആണ്. നമുക്ക് കൺഫ്യൂസ്ഡ് ആവാം, ആണ്ടാൾ ആവുമോ ശിവ ഡിവോട്ടി? പക്ഷെ ആണ്ടാൾ എന്ന് പറയുന്നത് ഒരു വൈഷ്ണവൈറ്റ് ഭക്തി സെയിന്റ് ആണ്. കൃഷ്ണ, വിഷ്ണു ഈ ഒരു വർഷിപ്പിനെ ഫോളോ ചെയ്തിരുന്ന ഒരു ഭക്തി ഡിവോട്ടിയാണ്, ഭക്തി സെയിന്റ് ആണ് ആണ്ടാള്. പക്ഷെ കാരയ്ക്കലമ്മയാറ് ശിവ ഡിവോട്ടിയാണ്. അതും സൗത്ത് ഇന്ത്യയില് ഒരു ഭക്തി സെയിന്റ് ആയിട്ടുള്ള കാരയ്ക്കലമ്മയാള് ആണ് എന്താണ് ശിവ ഡിവോട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് കാരയ്ക്കൽ അമ്മയാറാണ്. ആൻഡ് മരീച്ചി എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഹിന്ദു മിത്തോളജിയിലൊക്കെ വരുന്ന ഒരു മൈൻഡ് ബോൺ സൺ ഓഫ് ബ്രഹ്മയുടെ മൈൻഡ് നിന്നും ഉണ്ടാകുന്ന ഒരു സൺ ആണ് മരീച്ചി എന്ന് പറയുന്നത്. ഹിന്ദു മിത്തോളജി പ്രകാരം സപ്തർഷികളെ നമ്മൾ പഠിക്കും. അപ്പൊ ഈ സപ്തർഷികൾ ഒരാളായിട്ടാണ് ഈ മരീച്ചി അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ കാരയ്ക്കൽ അമ്മയാറാണ് നമ്മുടെ ആൻസർ. എന്താണ്? ഫീമെയിൽ ഡിവോട്ടി ഓഫ് ശിവ. അപ്പൊ കാരയ്ക്കൽ അമ്മയാർ 6th century CE ഉണ്ടായിരുന്ന ഒരു തമിഴ് ലിറ്ററേച്ചറിൽ ഒരു ഗ്രേറ്റസ്റ്റ് ഫിഗർ അല്ലെങ്കിൽ ഭക്തി സെയിന്റ് ആണ് ഈ കാരയ്ക്കൽ അമ്മയാർ എന്ന് പറയുന്നത്. അപ്പോ ഈ കാരയ്ക്കൽ അമ്മയാർ ബിലോങ് ചെയ്യുന്നത് നായനാർസിലാണ്. അതായത് തമിഴ് ഭക്തി അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റിനെ പ്രധാനമായിട്ടും 2 ഡിവിഷൻ വരും. അതായത് വൈഷ്ണവിസം, വിഷ്ണു വേർഷിപ്പ് നടത്തുന്ന വൈഷ്ണവിസത്തെ ഫോളോ ചെയ്യുന്നവരെ നമ്മൾ ആൾവാസ് എന്നും വിളിക്കും. ആൻഡ് ശിവഭക്തി ഫോളോ ചെയ്യുന്നവരെ നായനാർസ് എന്നും വിളിക്കും. ഇതിൽ ശിവഭക്തി ഫോളോ ചെയ്യുന്നതിനെ പറ്റിയിട്ട് അതിൽ സ്ത്രീ ഡിവോട്ടി അതിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? കാരയ്ക്കൽ അമ്മയാർ നായനാർ ഗ്രൂപ്പിൽ പെടുന്ന ഒരു ഡിവോട്ടിയാണ്. അതില് പ്രധാനമായും 63 നായന്മാർസ് ഉണ്ട്. പക്ഷേ ആ 63 നായന്മാർസിൽ ആകെ 3 സ്ത്രീകളെ സെയിൻസ് ആയിട്ടുള്ളൂ. അതിൽ ഒരാളാണ് കാരയ്ക്കൽ അമ്മയാർ എന്ന് പറയുന്നത്. ആൻഡ് ബാക്കി 2 ആളുകളാണ് എന്താണ്? മങ്കയാർ കരസിയാർ ആൻഡ് ഇസൈ നാനിയാർ എന്ന് പറയുന്ന ഈ 2 ആളുകളാണ് കാരയ്ക്കൽ അമ്മയാർ കൂടാതെ വരുന്ന മറ്റ് സ്ത്രീ ഡിവോട്ടീസ് എന്ന് പറയുന്നത്, വിമൻ ഡിവോട്ടീസ് എന്ന് പറയുന്നത്. ഇനി കാരയ്ക്കൽ അമ്മയാറിന്റെ ഒരു ചൈൽഡ്ഹുഡ് നെയിം ഉണ്ട്, പുനിതാവതി. അതാണ് കാരയ്ക്കൽ അമ്മയാറിന്റെ ചൈൽഡ്ഹുഡ് നെയിം. ആൻഡ് എന്താണ്? കാരയ്ക്കൽ അമ്മയാർക്ക് she had a great faith in Lord Shiva. ആൻഡ് കാരയ്ക്കൽ അമ്മയാർ ഇത്തരത്തിൽ ഭക്തി സെയിന്റ് ആവുന്നതിന്റെ ഒരു ഇൻസിഡന്റ് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഹസ്ബൻഡും അങ്ങേരത്തെയും തമ്മിൽ വരുന്ന ഒരു ഇൻസിഡന്റ് ആണ്. അതായത് ഒരു മാങ്ങ വരുമ്പോ 2 മാങ്ങ അദ്ദേഹത്തിന് ഭർത്താവ് കൊണ്ടുവന്ന് കൊടുക്കുന്നു സൂക്ഷിക്കാൻ വേണ്ടി. പക്ഷേ ഒരു സമയത്ത് ഒരു ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശിവൻ എന്താണ് ആളുമാറി എന്താണ് കാരയ്ക്കൽ അമ്മയാറിന്റെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ അതിൽ ഒരെണ്ണം ഈ ഭിക്ഷുവിന് കൊടുക്കുകയും അപ്പൊ പിന്നീട് വന്ന് ഭർത്താവ് വന്ന് ചോദിക്കുമ്പോൾ മറ്റ് 2 മാങ്ങയിൽ 1 മാങ്ങ എവിടെ നോക്കി ചോദിക്കുമ്പോൾ ആ ഒരു സംഭവത്തെ തുറന്നൊക്കെ ഉണ്ടാവുമ്പോഴാണ് എന്താണ് കാരയ്ക്കൽ അമ്മയാറിന്റെ ആ ഒരു ഭക്തി അല്ലെങ്കിൽ അങ്ങേ
കരക്കലമ്മയാറിന്റെ ശക്തി ഒക്കെ അറിയുന്നത് എന്നുള്ള ഒരു കഥയൊക്കെ തന്നെയുണ്ട്. ആൻഡ് അതൊക്കെ. ആൻഡ് അടുത്തത് നമ്മൾ ഓപ്ഷൻസിൽ പറഞ്ഞു മീരാബായി ആരാണ്, ആണ്ടാൾ ആരായിരുന്നു, മരീച്ചി ആരാണെന്ന് ഓൾറെഡി പറഞ്ഞു. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുമ്പ് ഇവിടെ നമുക്ക് കാരക്കൽ അമ്മയാറിന്റെ ഒരു സ്കൾപ്ചർ ഇവിടെ കാണാം നിങ്ങൾക്ക്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1, ആഫ്റ്റർ ഡെത്ത് ഓഫ് ബുറാൻ നിസാം ഷാ ഓഫ് അഹമ്മദ്നഗർ, ചന്ദ് ബീബി ഫോംഡ് ദ തേർഡ് ഫാക്ഷൻ. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 നോക്കുക, ചന്ദ് ബീബി വാസ് കണ്ടംപററി ഓഫ് ഷാജഹാൻ. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് എന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന്. ഓക്കെ, ആഫ്റ്റർ ഡെത്ത് ഓഫ് ബുറാൻ നിസാം ഷാ ഓഫ് അഹമ്മദ്നഗർ, ചന്ദ് ബീബി ഫോംഡ് ദ തേർഡ് ഫാക്ഷൻ. എന്താണ് ചന്ദ് ബീബി എന്ന് പറയുന്ന ആരാണ്? ചന്ദ് ബീബി ഡോട്ടർ ഓഫ് ഹുസൈൻ നിസാം ഷാ ഫസ്റ്റ് ഓഫ് അഹമ്മദ്നഗർ ആൻഡ് ഓൾസോ സിസ്റ്റർ ഓഫ് ബർഹാൻ നിസാം ഷാ സെക്കൻഡ്. അപ്പോ ആ സമയത്ത് അവിടെ റൂളർ ആയിരുന്ന ബർഹാൻ നിസാം ഷായുടെ സിസ്റ്റർ ആണ് ആര്? ചന്ദ് ബീബി എന്ന് പറയുന്നത്. പക്ഷേ ചന്ദ് ബീബിക്ക് മറ്റൊരു ആ ഒരു കണ്ടംപററി നിൽക്കുന്ന, അതായത് ഇവര് അഹമ്മദ് നഗർ സൽത്തനതാണ്. ഇവരുമായിട്ട് കണ്ടംപററി വരുന്ന ബീജപ്പൂർ സ്റ്റേറ്റുമായിട്ട് ചന്ദ് ബീബിക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു. കാരണം ചന്ദ് ബീബി മാരി ചെയ്യുന്നത് അലി ആദിൽ ഷാ ഫസ്റ്റ്, അതായത് ബീജപ്പൂർ സൽത്താനെയാണ്. അപ്പോ മാരേജ് കഴിഞ്ഞ ശേഷം എന്താണ് ചന്ദ് ബീബി ഈ ഒരു ബിജപ്പൂർ സ്റ്റേറ്റിലാണ്. അപ്പം അവിടുത്തെ പൊളിറ്റിക്സിൽ ധാരാളമായിട്ട് ചന്ദ് ബീബി ഇൻവോൾവ് ആവുന്നുണ്ട്. പിന്നീട് അവിടെ നിന്നും ചന്ദ് ബീബിക്ക് തിരിച്ച് വരേണ്ടി വന്നു അഹമ്മദ് നഗറിലേക്ക്. പിന്നീട് അഹമ്മദ് നഗറിലെ പൊളിറ്റിക്സിൽ ചന്ദ് ബീബി ഇൻവോൾവ് ആവുന്നുണ്ട്. ആ ഒരു പീരീഡിലാണ് ചന്ദ് ബീബി എന്താണ് known for defending Ahmednagar against Mughal forces of Emperor Akbar in 1595. ആ ഒരു സമയത്ത്, അതായത് ബിജപ്പൂർ സ്റ്റേറ്റിൽ നിന്നും പിന്നീട് തിരിച്ചു വന്ന് അഹമ്മദ് സ്റ്റേറ്റിലെ സ്വന്തം നേറ്റീവ് സ്റ്റേറ്റിലെ പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആയപ്പോഴാണ് ആ സമയത്ത് മുഗൾസ് ആയിട്ട് ഫൈറ്റിൽ ഏർപ്പെടേണ്ടി വന്നത് ചന്ദ് ബീബി. ചന്ദ് ബീബി മുഗൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്ട്രോങ്ലി ഒപ്പോസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അക്ബറിന്റെ ഫോഴ്സസ് 1591 അഹമ്മദ് നഗർ സ്റ്റേറ്റ് ആക്രമിക്കുമ്പോൾ ചന്ദ് ബീബിയാണ് അതിനെ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ചന്ദ് ബീബി വാസ് കണ്ടംപററി ഓഫ് ഷാജഹാൻ. അല്ല, ചന്ദ് ബീബി ആരുടെ കണ്ടംപററി ആണ്? അക്ബർ. അക്ബറിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ചന്ദ് ബീബി ഫോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റേറ്റ്, ഈ അഹമ്മദ് നഗർ അതുപോലെ തന്നെ ബിജപ്പൂർ സ്റ്റേറ്റ് ഒക്കെ എന്ന് പറയുന്നത് എന്താണ്, ഏത് പീരീഡിലാണ്? കാര്യം ബാമിനി സൽത്തനേറ്റ്സ്, ഈ ബാമിനി സൽത്തനേറ്റ്സ് അതിന്റെ എൻഡിൽ ഇങ്ങനെ 5 സ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 5 സ്റ്റേറ്റുകളാണ് അഹമ്മദ് നഗർ, ഇവിടെ കാണുന്ന ബേറാറ്, ബിജപ്പൂര്, ബിഡർ ആൻഡ് ഗോൾക്കൊണ്ട. ഈ 5 സൽത്തനേറ്റ് സ്റ്റേറ്റുകൾ തമ്മിൽ വരുന്ന കുറെ സ്ട്രഗിൾസ് ഉണ്ട്. ചിലപ്പോ ഇവര് തമ്മിൽ എല്ലാവരും കൂടെ യുണൈറ്റ് ചെയ്തുകൊണ്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവർക്ക് താഴെ വിജയനഗരം ഉണ്ട്. വിജയനഗരം ഇവരുടെ കണ്ടംപററി ആണ്. ചിലപ്പോ ഇവരെല്ലാവരും അഞ്ചു പേരും എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട് വിജയനഗരക്കെതിരെ. പക്ഷേ ഒരേ സമയം നോക്കുകയാണെങ്കിൽ ഈ സ്റ്റേറ്റുകൾക്കിടയിൽ തന്നെ മ്യൂച്വലി കോൺഫ്ലിക്റ്റുകളും നിലനിന്നിരുന്നു. ആൻഡ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Who wrote a glaring account of the military exploits of Samudragupta? അപ്പൊ സമുദ്രഗുപ്തനെ പറ്റിയിട്ട്, അദ്ദേഹത്തിന്റെ മിലിറ്ററി എക്സ്പ്ലോയിറ്റ്സിനെ പറ്റിയിട്ട് പ്രധാനമായിട്ടും ഒരു അക്കൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആരാണെന്നാണ്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്: ഹരിസേന, മേഘവർമ്മൻ, കാളിദാസ് ആൻഡ് യശോധർമ്മൻ. അപ്പൊ സമുദ്രഗുപ്ത, ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന സമുദ്രഗുപ്തയാണ്. അപ്പൊ സമുദ്രഗുപ്തനെ പറ്റിയിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരുന്ന പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത് അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രയാഗ് പ്രശസ്തി എന്ന് പറയും. അപ്പോൾ അതുവഴിയാണ് അദ്ദേഹത്തിന്റെ മിലിറ്ററി എക്സ്പ്ലോയിറ്റ്സിനെ പറ്റിയിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത്. ആൻഡ് അത് കമ്പയർ ചെയ്തിട്ടുള്ളത് ആരാണ്? ഹരിസേനയാണ്. ഹരിസേന സമുദ്രഗുപ്തയുടെ കോട്ട് പോയിന്റ് ആണ്. അദ്ദേഹമാണ് ഈ ഒരു അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ പ്രയാഗ് പ്രശസ്തി എന്താണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ഇതില് യുലോജി ഓഫ് സമുദ്രഗുപ്തയാണ്. പ്രശസ്തി എന്ന് വെച്ചാൽ എന്താണ്? യുലോജി ആണ്. അതായത് ആരാണോ റെയിനിങ് റൂളർ, റെയിനിങ് കിങ്, അവരെ പ്രൈസ് ചെയ്തുകൊണ്ട് എഴുതുക, അതാണ് പ്രശസ്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ എന്താണ് നമുക്ക് സമുദ്രഗുപ്തനും അദ്ദേഹത്തിന്റെ
പ്രധാനപ്പെട്ട മിലിറ്ററി അച്ചീവ്മെന്റ്സും മിലിറ്ററി കോൺക്വസ്റ്റും അദ്ദേഹത്തിന്റെ എന്താണ് പേഴ്സണൽ ക്വാളിറ്റീസിനൊക്കെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ നമുക്ക് സമുദ്രഗുപ്തന്റെ മാത്രം ഇൻസ്ക്രിപ്ഷൻ അല്ല, അല്ലെങ്കിൽ പ്രശസ്തി മാത്രമല്ല കാണുന്നത്. ഇത് ആദ്യമായിട്ട് ഈ അലഹാബാദ് പില്ലറിൽ ഇൻസ്ക്രിപ്ഷൻ എന്താണ് ഇൻസ്ക്രൈബ് ചെയ്യുന്നത് ആരാണ്? മൗര്യൻ എംപയറർ അശോകയാണ്. പിന്നീട് സമുദ്രഗുപ്ത അതില് അദ്ദേഹത്തിന്റെ പ്രശസ്തി കാണാം. പിന്നീട് ജഹാംഗീറിന്റെ ടൈമിലും അതില് ഇൻസ്ക്രിപ്ഷൻസ് ആ ഒരു അലഹാബാദ് പില്ലറിൽ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഇവിടെ ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മേഘവർമ്മൻ, കാളിദാസ്, യശോധർമ്മൻ ഇവരൊക്കെ കാണാം. ആരാണ് മേഘവർമ്മൻ നോക്കാം. മേഘവർമ്മൻ എന്ന് പറയുന്നത് ഒരു ബുദ്ധിസ്റ്റ് കിങ് ആണ് സിലോണിലെ. അദ്ദേഹം സമുദ്രഗുപ്തന്റെ കോർട്ടിലേക്ക് ഒരു ഒരു മിഷണറി ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹം എന്താണ് സമുദ്രഗുപ്തനോട് ആവശ്യപ്പെടുന്നത് വെച്ചാല് ബോധ്ഗയയില് ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിള് കൺസ്ട്രക്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം സെൻഡ് ചെയ്യുന്ന ഒരു മിഷണറി ഇവിടെ വന്നിട്ട് ഗുപ്ത എംപയറിൽ സമുദ്രഗുപ്തന്റെ കോർട്ടിൽ വന്നിട്ട് ഈ ഒരു റിക്വസ്റ്റ് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മേഘവർമ്മൻ എന്ന് പറയുന്ന ആ ഒരു ബുദ്ധിസ്റ്റ് കിങ് ഓഫ് സിലോണിന്റെ സീൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഇൻസിഡന്റ് ഈ ഒരു സംഭവമാണ്. ആൻഡ് കാളിദാസ് എന്ന് പറയുമ്പോൾ കാളിദാസ് എന്നാണ് നവരത്നാസ് ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡിലെ കോർട്ടില്. ആൻഡ് അദ്ദേഹത്തിന്റെ വർക്കുകളും നമ്മൾ ഓൾറെഡി പഠിച്ചു. ആൻഡ് യശോധർമ്മൻ എന്ന് പറയുന്നത് മാൽവയിലെ ഒരു റൂളറാണ്. അദ്ദേഹം 6th സെഞ്ചുറിന്റെ ഏർലി പീരീഡിലാണ് റെയിൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് അദ്ദേഹത്തിന്റെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഔലിക്കാര ഡൈനാസ്റ്റിയാണ്. ഓക്കെ, അപ്പോൾ എന്നാണ് നമ്മളുടെ ചോദ്യം എന്തായിരുന്നു? സമുദ്രഗുപ്തനെ പറ്റിയിട്ട് മിലിറ്ററി എക്സ്പ്ലോയിറ്റ്സിനെ പറ്റിയിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നത് ആരാണ് അതിനെ പറ്റി വിവരിച്ചിട്ടുള്ളത്? ഹരിസേനയാണ്. അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ നിന്നുമാണ് ഇതിനെ പറ്റി ഇൻഫർമേഷൻ കിട്ടുന്നത്.